ഞാൻ ചെന്നപ്പോഴേ അയാൾക്ക് എന്നെ മനസ്സിലായി പിള്ളേ. അതുകൊണ്ടാ തുടക്കത്തിൽ തന്നെ അയാൾ ഫണ്ട് തരില്ലെന്ന് പറഞ്ഞത്. സത്യാമ്മേ, നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. 1-2 വീഴ്ചകൾ വരണം, എന്നാലേ പിന്നീടുള്ള നടപ്പിന് ബലം കിട്ടും. തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. തടസ്സങ്ങളെല്ലാം അവിടുന്ന് നീക്കിത്തരും. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഞാൻ ശാരദയുടെ കാല് പിടിക്കണമെന്ന്, ഈ സത്യഭാമ കാല് പിടിക്കണമെന്ന്, അതും ശാരദയുടെ. അതിനെ സത്യഭാമ മരിക്കണം. കാര്യങ്ങൾ നടന്നു കാണാൻ വേണ്ടി അയാൾ ഒരു വഴി പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പിന്നെ ഈ ബിസിനസ് സത്യാമ്മ ചെയ്യണമെന്നാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോ ആര് തടസ്സം നിന്നാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഒന്ന് നിർത്തിക്കേ. സൂചി പോലും എടുപ്പിക്കാതെ വളർത്തിയ മകൻ, കാലിൽ ചെരുപ്പിടാതെ മണ്ണിൽ ഇറക്കാതെ വളർത്തിയ മകൻ, അല്ലില്ലാതെ വളർത്തിയിട്ട് നടു റോഡിൽ നിന്ന് അവശതയോടെ പണിയെടുക്കുന്നു. ഇതിനാണോ അവനെ ഞാൻ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നത്? ഇതിനാണോ ഞാൻ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ സംരക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചത്? എന്റെ മകൻ വിയർത്ത് കുളിച്ചു നിന്ന് പണിയെടുക്കുന്ന കാഴ്ച എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര ഈ വഴിക്ക് തന്നെ ആക്കിയത്. തിരിച്ചടികൾ തന്നെ ഇത്. ഭാമിയുടെ സ്വപ്നങ്ങൾക്കുള്ള തിരിച്ചടി. മകനെ എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു, അതിനെതിരെയുള്ള വിധിയുടെ ക്രൂരത. ഈ കാഴ്ച മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചാലും പോവില്ല. ഞാൻ ഇതിനാണോ എന്റെ മകനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത്? എന്റെ ഈശ്വര. സത്യമേ, വിഷ്ണുക്കുഞ്ഞിനെ വിളിക്കണോ? വേണ്ട, അവനെ ഞാൻ കണ്ടോന്നറിയണ്ട. വേഗം പോവാൻ നമുക്ക്.